ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ഡിന്നർ സമയത്തൊക്കെ ചപ്പാത്തിയുടെ കൂടെ എന്ത് കറി ഉണ്ടാക്കുന്നു ഇങ്ങനെ ഓരോ ദിവസം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മഞ്ചൂരിയൻ ആണ്. അതും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഇഞ്ചി നല്ല കനം കുറച്ച് നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ചൊരു സ്പ്രിംഗ് ഓനിയൻ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വൈറ്റ് ഭാഗം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഇതുപോലെ ഒന്ന് കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സവാള ഒന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ വേവിച്ച് ഉടച്ചെടുക്കുന്ന ആ രീതിയിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നില്ല. ഈ സമയത്തിന് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു ക്യാരറ്റ് ഇട്ടോ, കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു പീസ് ക്യാരറ്റ് ഇതുപോലെ നല്ല കനം കുറച്ച് നീളത്തിൽ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ വെന്ത് വരേണ്ട ആ ഒരു ടേസ്റ്റ് അല്ല, നമ്മൾ മഞ്ചൂരിയൻ പോലെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ മുറിക്കാം. ഇനിയിപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ ക്യാപ്സിക്കം പോലെ ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് കഴിക്കാൻ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതിയാകും. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കുക. അത്യാവശ്യം ഞങ്ങൾ നല്ലോണം ചൂടായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി നല്ലൊരു കളറിന് വേണ്ടി കുറച്ചൊരു കാശ്മീരി മുളക് പൊടിയും ഒരു 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല, ഇത് 2 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം നിങ്ങൾ ചൂടാക്കി എടുക്കുക. എന്നിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇനി സോസുകൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത്തിരി ചില്ലി സോസ് റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമില്ല. അതൊരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സോയ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സോസുകൾ ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കേണ്ട, കരിഞ്ഞു പോകണ്ട. അല്ലെങ്കിൽ ആദ്യം ഇതെല്ലാം കൂടെ ഒരു ഇത്തിരി വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എളുപ്പത്തിന്. ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വിനാഗിരി ഇട്ട് വളരെ കുറഞ്ഞ അളവിൽ മതിയാകും. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക, ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വെള്ളവും സോസും കൂടെ ആദ്യം മിക്സ് ആക്കിയിട്ട് ആ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കരിയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഗ്രേവി കുറച്ചുകൂടി തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അത് ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ തീയിൽ വെച്ചാൽ മതി, കോൺഫ്ലോർ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂടുതൽ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട്, അതായത് ഈ ഒരു കോൺഫ്ലോർ ഒന്നങ്ങ് തിളച്ച് കഴിയുമ്പോൾ കുറുകും. അപ്പോൾ നമ്മളിപ്പോൾ വളരെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വെന്തിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒന്നങ്ങ് തിളച്ചിട്ട് കുറുകിക്കോട്ടെ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നങ്ങ് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കില്ലേ പ്ലെയിൻ ആയിട്ട് അതുപോലെ. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഈ ഒരു മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, സാധാരണ ഒരു ഓംലെറ്റ് പോലെ തന്നെ. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ മുഴുവനായിട്ടൊന്ന് മടക്കിയെടുത്ത ശേഷം പിന്നെ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല ഓരോ കട്ടിയുള്ള പീസായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗ്രേവി കറക്റ്റ് തിളച്ചിട്ട് പാകത്തിന് കുറുകിയിട്ടുണ്ടാവും കേട്ടോ. നല്ല കറക്റ്റ് ഒരു തിക്നെസ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. പിന്നെ തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഒരു മുട്ടയിലൊക്കെ അങ്ങ് പിടിച്ചോളൂ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത്. എന്നിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സ്പ്രിംഗ് ഓനിയനും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം എടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഇപ്പോൾ എന്നും ഒരേപോലെയൊക്കെ കറിയൊക്കെ കഴിക്കുമ്പോൾ 2 മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ ഒരു മഞ്ചൂരിയൻ പോലെയൊക്കെ കഴിക്കണം എന്നൊക്കെ, നമുക്കൊരു ചേഞ്ചിൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുന്ന ദിവസമൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഡിന്നർ സമയത്തൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്